ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മോട് ചോദിക്കുന്നു, സകല മർത്യരുടെയും ദൈവമായ അവിടുത്തേക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഈ രാത്രിയിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മക്കളുടെ മദ്യപാനം, അനാവശ്യമായ കോപം, ജീവിത പങ്കാളിയുടെ അവസ്ഥ, നമ്മുടെ ശാരീരിക രോഗങ്ങൾ, നമ്മെ അലട്ടുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, ടെൻഷൻ, ഇവയ്ക്കെല്ലാം വേണ്ടി ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വിശ്രമത്തിൽ നമുക്കായിരിക്കാം. ഈ രാത്രിയിൽ കർത്താവിൽ നമുക്ക് വിശ്രമിക്കാം. അപ്പോൾ നാളത്തെ ദിവസം ഊർജ്ജസ്വലതയോടെ എഴുന്നേൽക്കുവാനും വീണ്ടും എല്ലാ ജോലികളിലും ഏർപ്പെടുന്നതിനും നമുക്ക് സാധിക്കും. അതിനാൽ ഈ രാത്രിയിൽ നല്ല ഒരു വിശ്രമത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. കുടുംബത്തിൽ മദ്യപാനത്തിന് അടിമകളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനാവശ്യമായ കോപം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശരീരത്തിൽ അലർജി, ചൊറിച്ചിൽ, ചർമ്മരോഗങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സൗഖ്യദായകനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന് ഒന്നും അസാധ്യമല്ല എന്ന ഉറപ്പോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. അപ്പോൾ കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കൾക്ക്, ജീവിത പങ്കാളിക്ക്, ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോരുത്തർക്കും, ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും മനപരിവർത്തനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെ നിലവിളിയെ സമർപ്പിക്കുന്നു. മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ നിലവിളിയെ സമർപ്പിക്കുന്നു. രോഗശാന്തിക്കായിട്ടുള്ള വ്യക്തിപരമായ അപേക്ഷകളെ സമർപ്പിക്കുന്നു. കർത്താവേ, കടബാധ്യതയിൽ മുങ്ങിത്താഴുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട ബിസിനസ്സുകാരെ സമർപ്പിക്കുന്നു. മക്കളുടെ പരാജയത്തെ സമർപ്പിക്കുന്നു. മക്കളുടെ ദുർനടപ്പിനെ സമർപ്പിക്കുന്നു. മക്കൾ തമ്മിൽ പലപ്പോഴും കലഹിക്കുന്ന അവസ്ഥയെ സമർപ്പിക്കുന്നു. ശത്രുതാ മനോഭാവത്തോടെ ഒരേ ഭവനത്തിൽ ഒന്നിച്ച് ജീവിച്ചിട്ടും ശത്രുതാ മനോഭാവത്തോടെ എങ്ങനെ മറ്റുള്ളവരെ തകർക്കാം എന്ന ഉദ്ദേശത്തോടുകൂടി ജീവിക്കുന്നവരെ സമർപ്പിക്കുന്നു. വേദനയിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമിതമായ മദ്യപാനവും കോപവും പുകവലിയും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കൾക്ക്, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രത്യേകം ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ഉള്ള എല്ലാവരുടെയും രോഗാവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ നിലവിളി നീ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദിവസം അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഭാരമേറിയതും എന്നാൽ പ്രത്യാശ നിറഞ്ഞതുമായ ഒരു ഹൃദയത്തോടെയാണ് അങ്ങയുടെ സന്നിധിയിൽ വരുന്നത്. ഞങ്ങളുടെ ഓരോ കണ്ണുനീരും, ഓരോ നിശബ്ദമായ നിലവിളിയും മുറവിളിയും, ഇരുട്ടിൽ മന്ത്രിക്കുന്ന ഓരോ പ്രാർത്ഥനയും, ഞങ്ങൾ ചിന്തിക്കുന്നതെല്ലാം കർത്താവേ അവിടുന്ന് അറിയുന്നു, അവിടുന്ന് കേൾക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തെ, എൻ്റെ സ്വന്തം ജീവിതത്തെ അങ്ങയുടെ സ്നേഹനിർഭരമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ മുൻപിൽ ഉയർത്തി സമർപ്പിക്കുന്നു. മറ്റാരേക്കാളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളെ, കുടുംബാംഗങ്ങളെ നന്നായി അവിടുന്ന് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ പോരാട്ടങ്ങൾ, വേദന, നിരാശ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ പോരാട്ട ശക്തി
അവിടുന്ന് അറിയുന്നുവല്ലോ. കർത്താവേ, മദ്യാസക്തിയുടെ, മയക്കുമരുന്നിൻ്റെ, പുകവലിയുടെ, മറ്റശ്ലീലങ്ങളുടെ എല്ലാ മേഖലകളും തകർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മദ്യപാനത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും മറ്റ് അശ്ലീലങ്ങൾക്കും ഞങ്ങളെ തള്ളിവിടുന്ന ഹൃദയശൂന്യതയിലേക്ക് നിന്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും കരുതലും ഇന്ന് നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനാരോഗ്യപരമായ എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ സ്വാധീനങ്ങളെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, നിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങളുടെ ഹൃദയം വാഞ്ചിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തണമേ. ഈ രാത്രിയിൽ കർത്താവിനോട് കൂടെയായിരിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമായിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ. ഞങ്ങൾ ഉറങ്ങാൻ മുൻപ് കർത്താവിൽ പൂർണ്ണമായി വസിക്കുന്നതിനും ഈശോയോട് കൂടെയായിരിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഈ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമ്പോഴാണ് എന്ന് ഞങ്ങളെ ഓരോരുത്തരെയും മനസ്സിലാക്കണമേ. പ്രാർത്ഥനയിലും സ്തുതിപ്പിലും ദൈവവചനത്തിലൂടെയും കർത്താവേ, അങ്ങയോടൊന്നായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സമ്പൂർണ്ണ സമാധാനവും വിശ്രമവും ലഭിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ കോപത്തിൻ്റെ മേൽ നിന്റെ ശക്തമായ പരിശുദ്ധാത്മാ അഭിഷേകം നൽകി ഞങ്ങളുടെ കോപത്തെ നീ ശാന്തമാക്കണമേ. നിരാശ, നീരസം, ക്രോധം, കൈപ്പേറിയ എല്ലാ അനുഭവങ്ങളെയും എല്ലാ ഹൃദയമുറിവുകളെയും നീക്കം ചെയ്ത് ഞങ്ങളുടെ കോപത്തിന് കാരണമായ എല്ലാ അവസ്ഥയെയും നീ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയമുറിവുകളെ നീ സുഖപ്പെടുത്തണമേ. ഞങ്ങൾക്ക് സൗമ്യമായ ഹൃദയം നൽകി സമാധാനപരമായ മനസ്സ് നൽകി സ്നേഹത്തോടെ പരസ്പരം സംസാരിക്കാനുള്ള ജ്ഞാനം നൽകി ഞങ്ങളുടെ എല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് കർത്താവേ, നിന്റെ സന്തോഷത്തിലേക്ക് ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, മക്കളെ, മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ, അവിടുത്തെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏത് അവസ്ഥയും ഏത് വ്യക്തിയും ഏത് അധികാരവും അങ്ങയുടെ പരിധിക്കപ്പുറമല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സൗളിനെ പൗലോസാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ മക്കളെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്താൻ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ രൂപാന്തരപ്പെടുത്താൻ, കുടുംബത്തിലായിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്താൻ കർത്താവേ, അങ്ങയ്ക്ക് സാധ്യമാണല്ലോ. ഈ രാത്രി ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടണമേ. നല്ലതും ദൈവഹിതപ്രകാരവുമായത് മാത്രം തിരഞ്ഞെടുക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ പ്രോത്സാഹിപ്പിക്കണമേ. നല്ല വ്യക്തികളുടെ സ്വാധീനം ഞങ്ങളുടെ മക്കൾക്കുണ്ടാകണമേ. കർത്താവേ, സകല പ്രലോഭനങ്ങളെയും മറികടക്കാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ചർമ്മരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തണമേ. അലർജിയിൽ നിന്ന് സുഖപ്പെടുത്തണമേ. അസ്വസ്ഥതകളെല്ലാം മാറിപ്പോകട്ടെ. എല്ലാ ബലഹീനതകളും ഭയങ്ങളും നിരാശയും ഈ സമയം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ രോഗങ്ങൾ വഹിച്ചു, ഞങ്ങളുടെ ബലഹീനതകൾ വഹിച്ചു. അങ്ങയുടെ രോഗശാന്തി നൽകുന്ന അവിടുത്തെ ശക്തമായ കരം ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ. രോഗശാന്തി ആവശ്യമായ എല്ലാ വ്യക്തികളെയും എല്ലാ ശരീരഭാഗങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ കോശങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. രോഗശാന്തി ആവശ്യമായ എല്ലാവർക്കും ഈ രാത്രിയിൽ കർത്താവിൻ്റെ അത്ഭുത രോഗശാന്തി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പൂർണ്ണാരോഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉത്കണ്ഠാകുലമായ ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ. ഞങ്ങൾക്ക് കാണാൻ കഴിയാത്തത് ഇതിനകം ദൈവം പ്രവർത്തിക്കുന്നു എന്ന ആത്മവിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഒന്നും അസാധ്യമല്ലാത്ത ദൈവമായതിനാൽ അങ്ങയിൽ പൂർണ്ണമായും ഞങ്ങൾ ശരണപ്പെടുന്നു, വിശ്വസിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ.
എല്ലാ തിന്മകളെയും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭവനത്തെ സൂക്ഷിക്കണമേ. ഈ രാത്രി മുഴുവൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാർ ഞങ്ങൾക്ക് കാവലായിരിക്കട്ടെ. ക്ഷമയും ഐക്യവും സ്നേഹവും പ്രത്യാശയും ഞങ്ങളിൽ നിറയ്ക്കണമേ. നാളെ അതിരാവിലെ എഴുന്നേൽക്കാൻ പൂർണ്ണ ആരോഗ്യവും ഒരു പുതിയ ശക്തിയും പുതിയ അഭിഷേകവും നൽകി കർത്താവേ, അങ്ങയുടെ സമാധാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയുടെ പുതിയ സാക്ഷ്യങ്ങൾ വഹിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ അതിരാവിലെ ഞങ്ങളെ വിളിച്ചുണർത്തി ഉറക്കമുണർത്തി ഞങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമേ. ഈ സമയം പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നന്മയ്ക്കായി അങ്ങ് എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ഭാരവും നിരാശയും ഭയവും രോഗവും അസ്വസ്ഥതയും ഞങ്ങളെ വിഷമിപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും പ്രശ്നങ്ങളെയും സാഹചര്യങ്ങളെയും അവസ്ഥകളെയും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ എല്ലാവരെയും ഈ രാത്രിയിൽ നിന്റെ കരങ്ങൾ വെച്ച് സൗഖ്യപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് നീ കാവലായിരിക്കണമേ. ഞങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഈ രാത്രിയിൽ പ്രത്യേകം കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്നവർക്ക് പ്രത്യേകം സംരക്ഷണം നൽകണമേ. സകല ദുഷ്ടരിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും കർത്താവേ, ഈ രാത്രിയിൽ ഭവനത്തിലായിരിക്കുന്നവരെയും ഭവനത്തിന് പുറത്തായിരിക്കുന്നവരെയും യാത്രയിലായിരിക്കുന്നവരെയും നീ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ നല്ലൊരു വിശ്രമം നൽകി കർത്താവിൽ പൂർണ്ണമായും വിശ്രമിക്കുവാനും നാളെ അതിരാവിലെ എഴുന്നേൽക്കാനുള്ള പൂർണ്ണ ആരോഗ്യവും ഉത്സാഹവും നൽകി ഞങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നല്ലൊരു വിശ്രമം നൽകി ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും അന്തരാത്മാവിനും നല്ലൊരു വിശ്രമം നൽകി കർത്താവ് നമ്മെ അവിടുത്തെ സമാധാനം കൊണ്ട് നിറച്ച് പൂർണ്ണ ആരോഗ്യപ്രദമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ അതിരാവിലെ വീണ്ടും ഒരുമിച്ച് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും
നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും ജീവിത പങ്കാളിയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.